കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം അല്പസമയം സംസാരിക്കുകയുണ്ടായി. എന്നാൽ അല്പം വ്യത്യസ്തമായ ചില കാര്യങ്ങളും കൂടി ചേർത്ത് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദീർഘമായ പ്രസംഗമോ വലിയ ധ്യാന പ്രസംഗമോ അല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുവാൻ തക്കവണ്ണമുള്ളത് ആദ്യമേ ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ആരാധന അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണെന്ന് നമ്മളിത് അനുഷ്ഠിക്കുമ്പോഴും പാടുമ്പോഴും ചൊല്ലുമ്പോഴും ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, ഇതുപോലെ ഒരു ആരാധനാക്രമം മറ്റ് സഭകളിലില്ല എന്നുള്ളത്. നമ്മുടെ ന്ത്യോക്യൻ സുറിയാനി പാരമ്പര്യത്തിൽ അതിനോട് നമ്മൾ വാസ്തവത്തിൽ പൂർണ്ണമായി കടപ്പെട്ടിരിക്കുകയാണ്. വളരെ ആഴമായ ആശയങ്ങൾ വേദശാസ്ത്രപരമായിട്ടുള്ളതും വിശ്വാസപരമായിട്ടുള്ളതും നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ ചേർന്നാണ് ഇങ്ങനെ ആരാധനയിലെ ഗാനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് സുറിയാനിയിൽ അങ്ങനെ എഴുതി, പിന്നീട് മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തു. അതിന് ഒത്തിരിയേറെ പേരതിൽ പിൻപിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഒന്ന് ഓർക്കുവാൻ വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഒരു മലയാളം തക്സായൊക്കെ മട്ടക്കൽ മൽപ്പാനച്ചന്, പത്രോസ് മാർ ഒസ്താത്യോസിൽവിനൊക്കെ ഒത്തിരി ആഗ്രഹിച്ച് ഇങ്ങനെ മലയാളം വിശുദ്ധ കുർബാനയൊക്കെ അതിന് ഒത്തിരി പ്രവർത്തിച്ചു. പിന്നീട് കോനാട്ട് മൽപ്പാനച്ചന്മാർ ഇതൊക്കെ വിവർത്തനം ചെയ്തു. എന്നാൽ നമ്മുടെ വട്ടക്കുന്നിലെ ബാവാ തിരുമേനി വളരെയേറെ കഷ്ടപ്പെട്ട്, എന്ന് പറഞ്ഞാൽ നിരന്തരം രാപകലില്ലാതെ ഈ ആരാധനകളെല്ലാം ക്രോഡീകരിക്കുവാൻ, വിശുദ്ധ കുർബാനക്രമം, ദുഃഖ വെള്ളിയാഴ്ച നമസ്കാരം, ബുധനാഴ്ച നമസ്കാരം അല്ലെങ്കിൽ കാനോനിക നമസ്കാരങ്ങൾ ഇതെല്ലാം ക്രമീകരിക്കാൻ വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ ചൊല്ലുമ്പോൾ അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ പാട്ടുകളൊക്കെ എഴുതിയത് ആരാണെന്ന് ഇപ്പം ഞാൻ ഈ പുസ്തകത്തിലൊക്കെ നോക്കുക, പുസ്തകത്തിൽ ആ പേരൊന്നും കാണുന്നില്ല. പഴയ പുസ്തകങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ചൊല്ലുമ്പോൾ നമ്മളതൊന്നും ചിന്തിക്കാറില്ല. ആരെഴുതിയെന്നോ അവരെവിടെയെന്നോ ആരാണെന്നോ ഒന്നും ചിന്തിക്കാറില്ല. സഭാകവി CP ചാണ്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, CP ചാണ്ടി സാറ്. അദ്ദേഹം 2005 ഇഹലോകവാസം വെടിയുന്നത്. പുത്തൻകാവ് ഹൈസ്കൂള്, കാതോലിക്കേറ്റ് ഹൈസ്കൂള്, പത്തനംതിട്ട ബേസിൽ ദേറ, അവിടെ ദീർഘകാലം താമസിച്ചയാളാണ്. ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്തു. പഴയ സെമിനാരിയിൽ താമസിച്ച് ഈ ദുഃഖ വെള്ളിയാഴ്ച നമസ്കാരം, കഷ്ടാനുവാഴ്ചയിലെ നമസ്കാരം, നമ്മുടെ വിവാഹ ശുശ്രൂഷ, വിശുദ്ധ കുർബാനയിലെ പാട്ടുകൾ, പട്ടംകൊട ശുശ്രൂഷ, വിവാഹ ശവസംസ്കാര ശുശ്രൂഷ, അങ്ങനെ എല്ലാ പാട്ടുകളും അദ്ദേഹം എഴുതി എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. ഈ ദുഃഖ വെള്ളിയാഴ്ചയും കഷ്ടാനുവാഴ്ചയും ചൊല്ലുമ്പോൾ അങ്ങനെയൊക്കെ ഒരാളുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് ഓർക്കുകയും അവരെ ആദരപൂർവ്വം സ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഞാൻ സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിതെല്ലാം പാടുന്നുണ്ട്, അതാരോ എഴുതി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം രാപകലില്ലാതെ, ഞങ്ങളൊക്കെ ഒന്നിച്ച് 30 വർഷം താമസിച്ചതാണ്. അപ്പം ഇങ്ങനെ നമസ്കാരങ്ങൾ സുറിയാനി മുഴുവൻ വിവർത്തനം ചെയ്ത് വട്ടക്കുന്നിലെ ബാവാ തിരുമേനിയും കോനാട്ടത്തിനൊക്കെ കൊടുക്കും. ഗദ്യം അത് പദ്യമാക്കിയത് അദ്ദേഹമാണ്. എല്ലാ പദ്യങ്ങളും ഇപ്പോൾ ചൊല്ലുമ്പോൾ ഓർത്തുകൊള്ളണം. നല്ല സുന്ദരമായ പാട്ടുകൾ. ഇതിൻ്റെ ട്യൂൺ രണ്ടാമത് ഓർമ്മിപ്പിക്കുന്നത് കഷ്ടാനുവാഴ്ചയിലെ രാഗങ്ങൾ എത്ര ഹൃദ്യമാണെന്നുള്ളതാണ്. ആർക്കും ഒന്ന് കുറച്ച് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഹൃദിസ്ഥമായിട്ട് വന്നുകൊണ്ടിരിക്കും.
അതിങ്ങനെ ചൊല്ലാൻ ബുദ്ധിമുട്ടില്ല. അത് പൂർവ്വപിതാക്കന്മാർ കണ്ടുപിടിച്ച സുറിയാനി രാഗങ്ങളാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്, ഇന്ന് വായിച്ച വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 47, 12-ാം അധ്യായം 2-ാം വാക്യം 9 മുതൽ 11 വരെ, അങ്ങനെ വിവിധ ഭാഗങ്ങളാണ് വായിച്ചത്. കർത്താവ് ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഈ ജനമെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നാലെ ആയിപ്പോകുന്നു എന്നങ്ങോട്ട് ഭയപ്പെട്ടു. ഈ സമൂഹം മുഴുവൻ, അല്ലെങ്കിൽ പരീശന്മാരും സാധുക്യരും രാജാവ് എല്ലാവരും അങ്ങോട്ട് ഭയപ്പെട്ടിട്ട് ഇവനെ എങ്ങനെ അകപ്പെടുത്തേണ്ടു എന്ന് ചിന്തിച്ചങ്ങനെ ഇരിക്കുകയാണ് ഓരോ സന്ദർഭത്തിലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടവനായ ലാസർ പാർത്തിരുന്ന സ്ഥലമായ ബഥനിയായിൽ ചെന്നു. ലാസറിനെ ഉയർപ്പിച്ച സംഭവം അതിനേക്കാൾ വലിയ അത്ഭുതമുണ്ടാക്കിയ സംഭവമാണ്. ഒരു മരിച്ചവനെ 4 ദിവസം കഴിഞ്ഞ് ഒരു ദൈവീക ശബ്ദം കൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കീറ്റുശീലകൾ, പൊതിഞ്ഞ ശൈലകൾ പൊട്ടിച്ചല്ലെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അപ്പോൾ അത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പായിരുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തനായ ലാസർ പാർത്തിരുന്ന സ്ഥലമായ ബഥനിയായിൽ ചെന്നു. അവിടെ അവർ ഒരു അത്താഴ വിരുന്ന് നടത്തി. മാർത്ത പരിചരിക്കുകയായിരുന്നു. ലാസറും അവൻ്റെ കൂടെ ഭക്ഷണത്തിനിരുന്നു. യഹൂദന്മാരിൽ നിന്ന് വലിയ പുരുഷാരം യേശു അവിടെ ഉണ്ടെന്ന് കേട്ട് വന്നു ചേർന്നു. അത് യേശുവിനെ മാത്രം ഉദ്ദേശിച്ചല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടവനായ ലാസറിനെ കാണുവാനായിട്ടും കൂടിയായിരുന്നു. അപ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പെട്ട ലാസറിനെ കാണാനാണ് കൂടിയാണ് വന്നിരുന്നത്. അതൊരു അത്ഭുതമല്ലേ? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ ലാസർ ഇങ്ങനെ അവിടെ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് വലിയ ഒരു തിരക്ക്, അല്ലെങ്കിൽ ഒരു അന്വേഷണ ബുദ്ധിയോടുകൂടിയുള്ള ഒരു സമീപനമാണ്. ലാസറിനെ കൂടെ ഒന്ന് കാണും, ഉയർത്തെഴുന്നേറ്റവനായ ലാസർ. അങ്ങനെ കാണുവാനായിട്ടും കൂടിയായിരുന്നു. പ്രധാനാചാര്യന്മാർ ലാസറിനെ കൂടിയും വധിക്കുവാൻ ആലോചിച്ചു. കാരണം ഇങ്ങനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവനെ വീണ്ടും വെച്ചിരുന്നാൽ വലിയൊരു അടയാളമാണത്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്ക് വലിയൊരു അടയാളം, വലിയൊരു സാക്ഷ്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം പരീശന്മാർ കൂടിയെന്നുള്ളതാണ്. ലാസറിനെ കൂടിയും വധിക്കുവാൻ ആലോചിച്ചു. എന്നാൽ അവൻ നിമിത്തം യഹൂദന്മാരിൽ പലരും ചെന്ന് യേശുവിൽ വിശ്വസിച്ചു പോന്നു. അപ്പോൾ ലാസറിനെ കൂടി ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് യഹൂദന്മാരിൽ അനേകം പേര് വന്ന് വീണ്ടും യേശുവിനോട് ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ലാസറിൻ്റെ ഭവനം, ബഥാനിയയിലെ ഭവനം, മാർത്തായും മറിയായും ലാസറുമുള്ള ഭവനം കർത്താവിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അവിടെ പോകുമായിരുന്നു. പക്ഷേ ലാസർ ഉയർപ്പിച്ചതിന് ശേഷവും അവിടെ ചെന്ന് വിരുന്നുമൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് കഴിയുമ്പോഴാണ് ഈ ലാസറിനെ കാണാനും കൂടി ആൾ വന്നു. അല്ലെങ്കിൽ വളരെ കർത്താവിനെ കൊല്ലുവാനും അല്ലെങ്കിൽ അകപ്പെടുത്തുവാൻ തക്കവണ്ണം ശ്രമിച്ചിരുന്നവർ ലാസറിനെ കൂടി കൊല്ലുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പോകട്ടെ, ആ സംഭവം അവിടെ നിൽക്കുന്നു. ലാസർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ലാസറിനും ഭയങ്കര പേടിയായിപ്പോയി. ആരും കാണുക നടക്കുവാൻ പോലും അവൻ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ അവന് വീട്ടിലങ്ങനെ സ്ഥിരമായി വരുന്നില്ല. അവനിങ്ങനെ നടന്ന് പോയി നോക്കിയപ്പോൾ അവനെ ഇങ്ങനെ നോട്ടം വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന ഒരു സംഭവം, ഒരു ചെറിയ കഥ പോലെ അത് പിന്നീടുള്ള രേഖകളിലൊക്കെ ഉണ്ട്. ലാസർ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരുടെയും അടുത്ത് ചെല്ലുവാനും അവൻ ഭയപ്പെട്ടു. അന്ന് ഉയർത്തെഴുന്നേറ്റവനായ ലാസറിനെ കാണുമ്പോൾ എങ്ങനെയുള്ള ആളുകളാണ് അവന്, അല്ലെ അവനോട് എങ്ങനെയാണുള്ള സമീപനമെന്നൊക്കെ ഭയപ്പെട്ടിട്ട് അവനിങ്ങനെ ഒരു തെരുവിൽ കൂടെ, ഒഴിഞ്ഞ വഴികളിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ലാസറിന്
അതിയായി വിശന്നു എന്നാണ് പറയുന്നത്. വിശക്കുകയും ദാഹിക്കുകയും ചെയ്തു. യാതൊരു മാർഗവും, ഒരു വീട്ടിൽ കയറി ഭക്ഷണം ചോദിക്കുവാൻ മടിയായി. എന്നാൽ പോകുന്ന വഴിക്ക് ഒരു വലിയ മുന്തിരിത്തോട്ടം കണ്ടു. നല്ല ഫലം ഇങ്ങനെ ഉള്ള മുന്തിരിത്തോട്ടം കണ്ടു. ലാസറിൻ്റെ നേര് ബുദ്ധിക്ക് അവന് കട്ടുപറിക്കാനൊന്നും പോയില്ല. ആ ഉടമസ്ഥ അവിടെ ഇരിക്കുന്നുണ്ട്, വലിയ ഒരു പ്രായമുള്ള സ്ത്രീ ഒരു പീഠത്തിലിങ്ങനെ തോട്ടത്തിൻ്റെ മധ്യത്തിലിങ്ങനെ പീഠമിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ സ്ത്രീയോട് ഉടമസ്ഥയോട് ചോദിച്ചാൽ അല്പം മുന്തിരിപ്പഴം കിട്ടുമെന്നുള്ള പ്രത്യാശയിലാണ് പതുക്കെ നടന്നു എന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു മുന്തിരിങ്ങാപ്പഴം പോലും ആ സ്ത്രീ, ആ ഉടമസ്ഥ ഈ വിശന്ന് വന്നവനായ ലാസറിന് കൊടുത്തില്ല. പക്ഷെ ലാസറിൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ ആ വിശപ്പ് സഹിച്ച് വീണ്ടും നടന്നു അവൻ്റെ വഴിക്ക് പോയി. പിന്നെ സൈപ്രസിലൊക്കെ പോയി എന്നാണ് പറയുന്നത്. എങ്കിലും കഥ അങ്ങനെ പോകുന്നു. ലാസറിനെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട, പോട്ടെ. പക്ഷേ ഈ സ്ത്രീക്കുണ്ടായ അനുഭവമാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം, നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരങ്ങൾ, ഉപവാസങ്ങളൊക്കെ നടത്തുമ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തോടൊക്കെ വലിയ പ്രതിബദ്ധതയുണ്ട്. നമുക്ക് വലിയ പ്രതിബദ്ധതയാണ്. വിശക്കുന്നവനോട്, ദാഹിക്കുന്നവനോട്, രോഗിയോട്, അശരണരോട്, അഗതികളോട് ഒക്കെയും വലിയ പ്രതിബദ്ധത നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അതിനൊന്നും അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാസർ ഇങ്ങനെ വിശന്നവനായിട്ട് ഒരു തോട്ടത്തിൽ ചെന്ന് അല്പം മുന്തിരിപ്പഴം യാചിച്ചു. പക്ഷേ കൊടുത്തില്ല ഉടമസ്ഥ. ലാസറിൻ്റെ വഴിക്ക് പോയി. ഈ സ്ത്രീക്ക് വലിയ തോട്ടം, അത് കടൽ തീരത്തായിരുന്നു തോട്ടം, വളരെ ഫലഭൂയിഷ്ഠമായ തോട്ടമായിരുന്നു. പക്ഷേ ഈ തോട്ടം അടുത്ത സീസണിൽ, അതായത് മുന്തിരി ഒത്തിരി വർഷം നിൽക്കുന്ന ഒരു ചെടിയാണ്. മുന്തിരി ഒരായുസ്സൊക്കെ നിൽക്കാമെന്നാണ് പറയുന്നത്. ഞാനൊരു പരീക്ഷണം മുമ്പേ പറഞ്ഞ CP ചാണ്ടി സാറും ഞാനുമൊക്കെ വേസൽദാറായി താമസിക്കുന്ന സമയത്ത് ഒരു 10-30 വർഷം ഒരു മുന്തിരി ചെടി ഇങ്ങനെ വളർത്തി അതിങ്ങനെ പ്രൂൺ ചെയ്ത് ആണ്ടിൽ 2 പ്രാവശ്യം കുറേ ഫലമൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ വീണ്ടും ഒരു മുന്തിരി തൈ വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊക്കെ കായ്ച്ച് തുടങ്ങി. അപ്പം മുന്തിരി ഒത്തിരി വർഷം നിൽക്കുന്നതാണ്. പക്ഷേ ഈ അടുത്ത സീസണിൽ, അതായത് തൊട്ടടുത്ത് അത് കായ്ക്കേണ്ട സമയമായപ്പോഴേക്കും കടലിനടുത്തായതുകൊണ്ട് ഉപ്പുവെള്ളം ഇരച്ച് കയറി. അത്രയും വർഷം ഉപ്പുവെള്ളമൊന്നും കയറാറില്ലായിരുന്നു. പ്രകൃതിയുടെ വികൃതി അനുസരിച്ച്, അല്ലെങ്കിൽ എന്തോ വേലിയേറ്റം വന്ന് കടലിൽ നിന്ന് ഉപ്പുവെള്ളം ഇരച്ച് കയറി ഈ സ്ത്രീയുടെ മുന്തിരിത്തോട്ടം മുഴുവൻ ഉപ്പുവെള്ളം കയറിയപ്പോഴേ വേരഴുകി മുന്തിരിത്തോട്ടം നശിച്ചുപോയി. ഇതൊരു വലിയ പാഠമായിരുന്നു ഈ സ്ത്രീക്ക്. ഈ സ്ത്രീക്ക് ഒരു മുന്തിരിത്തോട്ടമല്ല, പല തോട്ടങ്ങളും പല വസ്തുവകളും ഒക്കെ ഉണ്ട്. അവർ മരിക്കുന്നതിന് മുമ്പ് വിൽപ്പത്രം എഴുതിയപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് എഴുതിയത് ഒരു വാചകമുണ്ട് പ്രത്യേകിച്ച്. ഈ ലാസർ അവിടെ ചെന്ന ദിവസം, അല്ലെങ്കിൽ ലാസർ മരിച്ച ദിവസം പ്രത്യേകമായിട്ട് അവരെടുത്തു പറഞ്ഞ് അനന്തര അവകാശികളോർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. ആ ദിവസം ഈ ദേശത്തുള്ള പാവപ്പെട്ടവരെ വിളിച്ച് മൃഷ്ടാന്ന ഭോജനം കൊടുക്കണമെന്ന്. ഒരു മുന്തിരിക്കൊല കൊടുക്കുവാൻ വിവേകമില്ലാതെ പോയി, ദൈന്യതയില്ലാതെ പോയി, വന്ന അപകടത്തെ മനസ്സിലാക്കിയിട്ട് അവൾക്കൊരു ചോദ്യചിഹ്നമായി, അവൾക്കൊരു പാഠമായി മനസ്സിലാക്കിയപ്പോൾ വസ്തുവിൻ്റെ വിൽപ്പത്രമെല്ലാം എഴുതിയപ്പോൾ, സ്വത്തിൻ്റെ വിൽപ്പത്രമെല്ലാം എഴുതിയത് പ്രകാരമാണ്. അനന്തര അവകാശികൾക്ക് എഴുതി കൊടുത്തു. എഴുതിയത്, നിർദ്ദേശിച്ചത് ആ ദിവസം, ലാസർ മരിച്ച ദിവസം ആ ദേശത്തുള്ള പാവപ്പെട്ടവർക്കെല്ലാം മൃഷ്ടാന്ന ഭോജനം, വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണമെന്ന് ഇതിൽ നിന്ന് എടുത്ത്, ഈ മുതലിൽ നിന്ന് എടുത്ത് ചെയ്തോണമെന്ന് നിർദ്ദേശിച്ചൊന്ന് കേട്ടിട്ടുണ്ട്.
ഇത് ചില പഴയ പാരമ്പര്യമുള്ള പള്ളികളിൽ എനിക്ക് അറിവുണ്ട്, കേട്ടറിവുണ്ട്. ഈ ലാസറിൻ്റെ ശനിയാഴ്ച, അതായത് ഓശാനയുടെ തലേ ദിവസം, ലാസറിനെ ഉയർപ്പിച്ച ദിവസം കഞ്ഞി കൊടുക്കുന്നത് കൈപ്പട്ടൂർ പള്ളിയിൽ ഇപ്പോഴും ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് പുറകോട്ട് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായ അർത്ഥം കാണും. അങ്ങനെ കൊടുക്കുന്നുണ്ട്, അല്ലാതെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെള്ളിയാഴ്ച കഞ്ഞി കൊടുക്കുന്നത് അത് പിന്നെ നമുക്കൊക്കെ വിശന്നപ്പോൾ കൊടുത്തു തുടങ്ങിയതായിരിക്കും, പണ്ടങ്ങതും ഇല്ലായിരുന്നു. എന്തായാലും ആർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി സഭയിലും ഇടവകയിലും സമൂഹത്തിലും ഒക്കെ ഉണ്ട്. അപ്പം വയറ് പൊരിഞ്ഞു വരുന്നവന്, വിശന്ന് വരുന്നവന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ശാപമായി തീരുമെന്നുള്ളതാണ്. നല്ല സുന്ദരമായി വളർന്ന് പന്തലിച്ച് കിടന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് ഉപ്പുവെള്ളം കയറി അതിൻ്റെ വേര് മുഴുവൻ പഴുത്ത് നശിച്ചു പോയി എന്നുള്ളതാണ്. അതൊരു പാഠമായിട്ട് മനസ്സിലാക്കുക. നമുക്കൊക്കെ ഒത്തിരിയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പല കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ ആളുകളാണ് ഓരോ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്, ഒത്തിരിയും കൊടുക്കുന്നുണ്ട്. അശരണ അല്ലെങ്കിൽ അഗതി മന്ദിരത്തിലേക്ക്, അനാഥാലയത്തിലേക്കൊക്കെ അരി ചാക്കുകൾ ഇങ്ങനെ കൊടുത്തയക്കുന്നത് എനിക്കറിയാം. പോട്ടെ, അത് നമ്മുടെ ഒരു ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആതുര ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നു. അതാണ് രണ്ടാമത് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ള. മൂന്നാമത്, ഈ പെസഹ പെരുന്നാളെന്ന് പറയുമ്പോൾ അതിനൊരു കാർഷിക സംസ്കാരത്തിൻ്റെയും ഒരു നൊമാഡിക് ലൈഫിൻ്റെയും പശ്ചാത്തലമുണ്ട്. ആദ്യ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ വരെയും ഒക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ആട്ടിടയന്മാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആടുമാടുകളെ വളർത്തി ജീവിച്ച ഒരു സംസ്കാരം, അതേ സമയത്തൊരു കാർഷിക സംസ്കാരം, ഇത് രണ്ടും കൂടെ സമ്മേളിച്ചതായിരുന്നു പെസഹ പെരുന്നാൾ എന്ന് പറഞ്ഞു. ആടിനെ ബലി അർപ്പിക്കുന്നു, പിന്നെ വിഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പെരുന്നാളിന് വരുമായിരുന്നു, പെസഹ പെരുന്നാളിന്. അപ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിത ശൈലിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇതൊക്കെ സഹായിക്കുന്നതാണ്. ഒന്നാമത്, ആടുമാടുകളെ വളർത്തി ജീവിച്ച ഇയ്യോബിൻ്റെയൊക്കെ ആടുകൾ 3000 ആട്, 4000 ആട്, ഒട്ടകങ്ങൾ, കഴുതകൾ, പശുക്കൾ എല്ലാമുള്ള ഒരു സമൃദ്ധമായ ജീവിതം. അബ്രഹാം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നു. അബ്രഹാമും ലോത്തും കൂടെ ഇങ്ങനെ സഹോദരന്മാരായിട്ട് ജീവിച്ചു പോന്നു. നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ മലകളിലും താഴ്വരകളിലും ആടുകളെയൊക്കെ മേയിച്ച് ജീവിക്കുന്ന ഒരു ആ നൊമാഡിക് ലൈഫ് എന്ന് പറയും. ഒരിടത്തു നിന്ന് വേറിടത്തേക്ക് പോകുന്ന ഒരു രീതി. അപ്പോഴീ കൃഷിയൊക്കെ എങ്ങനെയാ എന്നാ തുടങ്ങിയെന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കുന്നുമില്ല. സത്യം പറഞ്ഞാൽ സ്ത്രീകളാണ് കൃഷി തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴെ കാണുന്ന കൃഷി രീതിയൊക്കെ തുടങ്ങിയത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ആടുമാടിനെയൊക്കെ വളർത്തി ഇങ്ങനെ ഒരു കൂടാരം അടിച്ച് അവിടെ താമസിച്ചു. നോക്കിയപ്പോൾ അടുത്ത സ്ഥലമൊക്കെ നല്ല ഫലഭൂയിഷ്ടമാണ്. അവിടോട്ടൊക്കെ പഴങ്ങളുമൊക്കെ തിന്ന് വെച്ചാൽ അരിയൊക്കെ വാരി എറിയും. ചിലയിടത്ത് വീഴുന്ന വിത്തുകൾ നല്ലവണ്ണം അങ്ങോട്ട് വളരും. അപ്പോൾ അതിൽ നിന്ന് ഫലം പറിച്ചു, അടുത്തത് പറിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഫലം ശേഖരിച്ചു വെച്ചു. അപ്പോഴാണ് ഈ ആടിനെയും മാടിനെയും കൊണ്ട് അവിടെ നിന്ന് പോകേണ്ടി വരുന്നത്. ഇട്ടേച്ച് പോകണം. അപ്പോൾ ഇട്ടേച്ച് പോകുമ്പോഴേ എന്നാ കൊണ്ടുപോകാനിരിക്കുന്നത് ഒന്നുമില്ല. അപ്പോൾ അവിടെ ഉണ്ടായ വിത്തുകളും ഒക്കെ എടുത്ത് മടി വെച്ചു, അല്ലെങ്കിൽ മറ്റ് പൊതിക്കെട്ടിനകത്ത് വെച്ചു. കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ എവിടെയെല്ലാം വഴിയിലൊക്കെ വീഴും. പിന്നെ അടുത്ത് ചെന്ന് താമസിക്കുന്ന സ്ഥലത്ത് കിട്ടിയതൊക്കെ അവിടെ കുറച്ച് ഇടും. സ്ത്രീകളാണതിന് മുൻകൈ എടുത്തത്. അപ്പം അവിടെ ചെന്നപ്പോൾ അങ്ങനെ കിളിച്ചു. അപ്പോൾ ചില സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് വളരാൻ തുടങ്ങി. അപ്പോൾ അഗ്രികൾച്ചർ ആരംഭിച്ചത് സ്ത്രീകളാണെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ അതാരും ഓർക്കുന്നുമില്ല, ആരും ചെയ്യുന്നുമില്ലല്ലേ. ഇപ്പോൾ ആരും ചെയ്യുന്നുമില്ല. അതിൻ്റേത് നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു നൊമാഡിക് ലൈഫിൻ്റെ പശ്ചാത്തലത്തിലാണ് പെസഹ പെരുന്നാളും ഒക്കെ കൂടുന്നത്. ആടുമാടുകളെ കൊണ്ടുവന്ന് കാഴ്ചവെപ്പിക്കുന്നു, ബലിയർപ്പിക്കുന്നു. അതുപോലെ കാർഷിക വിഭവങ്ങൾ ഒക്കെ ഇങ്ങനെ ആദ്യഫലങ്ങൾ എന്തോ ഒരു ആദ്യഫലമാണ്. എനിക്കൊരു വലിയ അനുഭവം ഉള്ളതും കൂടി അതിനോട് ചേർത്ത് പറയാം.
ഞാൻ ഈ ഭദ്രാസനം വരുന്നതിന് മുമ്പ് സുൽത്താൻ ബത്തേരിലാണെന്നറിയാം. അവിടെ കുരുമുളകും കാപ്പിയും അല്പം തേയിലയും നാളികേരവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ദശാംശം ശേഖരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കൂട്ടിവെക്കാൻ തുടങ്ങി. 10 തേങ്ങ കിട്ടിയാൽ ഒരെണ്ണം എടുത്ത് മാറ്റി വെക്കും, അല്ലെങ്കിൽ കുരുമുളക് 10 കിലോ കിട്ടിയാൽ 1 കിലോ എടുത്ത് വെക്കും. അത് എടുത്ത് മാറ്റി വെച്ച് അപ്പോൾ ഒരു കാർഷിക സാധനങ്ങളുടെ ഒരു ദശാംശമൊക്കെ എടുത്ത് സ്വരൂപിച്ചിങ്ങനെ ഉപയോഗിച്ചിരുന്നു. ആര് വന്നാലും ചോദിച്ചാൽ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ദശാംശം ശേഖരിക്കുന്നു. അതൊരു വലിയ അനുഭവമാണ്. സഭയിൽ അത് വളർത്തേണ്ടതും പുലർത്തേണ്ടതുമായ ഒന്നാണെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാനിപ്പോഴും തുമ്പോൺ ഭദ്രാസനം ചെയ്യുന്നുണ്ട്. 2010 മുതൽ ഇതുവരെയും എടുക്കുന്നു. എല്ലാ പള്ളിയിൽ നിന്ന് ദശാംശം കിട്ടുന്നു. നിങ്ങളിരിക്കുന്നവരൊന്ന് കേട്ടുകൊള്ളുക. ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ഏകദേശം 1 കോടി രൂപ കിട്ടി. അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഞായറാഴ്ച കിട്ടുന്നത് അടുത്ത ശനിയാഴ്ച വരെ കൊടുക്കും. പിറ്റേ ഞായറാഴ്ചയും പോയി ശേഖരിക്കും. നിസ്സാര തുകയാണെങ്കിലും അത് വലിയ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. പെസഹ പെരുന്നാളിൻ്റേതായാലും അല്ലെങ്കിൽ ഒരു കാർഷിക സംസ്കാരത്തിൽ കൂടി വളർന്നു വന്ന തലമുറ. പക്ഷെ ഇന്ന് അതെല്ലാം നശിച്ച് നമുക്കൊന്നുമല്ല, ഈ കാലാവസ്ഥ അങ്ങോട്ട് മാറി വെള്ളം കൊള്ളാത്തതായി, വായു ശ്വസിക്കാൻ പാടില്ലാത്തതായി, മനുഷ്യൻ്റെ ജീവിതം മറിഞ്ഞ് തിരിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കുകയാണ്. ഇതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് അല്പം ബുദ്ധിമുട്ടാണെന്നുള്ളത് കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് വന്ന് എനിക്കൊരു സ്ഥാപനം തുടങ്ങുവാൻ തക്കവണ്ണം ഒരു പ്രചോദനം ഉണ്ടായി. മാരാമണ്ണ് അതിങ്ങനെ ആരംഭിച്ചു. ഞാൻ അതും കൂടി പറയുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞു, അതും കൂടി അറിയിക്കണമെന്ന്. അത് നിങ്ങളോട് പറയാൻ കാരണം അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, സമഷ്ടി എന്ന്. സമസ്ത സൃഷ്ടികളും ഉൾപ്പെടുന്ന ഒരു സ്ഥലമെന്നുള്ള അർത്ഥമാണ്. അതിപ്പോൾ 6-7 വർഷമായി ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ച പമ്പാതീരത്ത്. പമ്പാ നദിയെന്ന് പറയുന്നത് പുണ്യനദിയാണ്. ആറന്മുളയ്ക്കടുത്ത് ഓപ്പോസിറ്റ് സ്ഥലത്താണ് മാരാമൺ പ്രദേശമെന്ന് പറയുന്നത്. അവിടെ ഒരു 3.5-4 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. ഒരു ധ്യാന കേന്ദ്രം, ഒരു പരിസ്ഥിതി സൗഹൃദ ധ്യാന കേന്ദ്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് ആളുകളോട് വന്ന് താമസിക്കാൻ തക്കമുള്ള സൗകര്യം കുറവാണെങ്കിലും പകലൊക്കെ വന്ന് കാണാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. അതിങ്ങനെ തുടങ്ങി ചെടികളും മരങ്ങളും മൃഗങ്ങളും പക്ഷികളും മീനും എല്ലാം വളർത്തി അതിനെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു സംരംഭമാണ്. അതൊരു കാർഷിക സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചയായിരിക്കുവാൻ വേണ്ടിയാണ്. അത് നമ്മുടെ പിതാക്കന്മാർ ചെയ്തിട്ടുള്ളതായതുകൊണ്ടാണ് ഞാനതിനെ തുടരുന്നത്. ആ ഒരു സന്ദേശം, ഒരു പരിസ്ഥിതി സൗഹൃദ സന്ദേശം നൽകാനാണ് ചെയ്യുന്നത്. ഈ അടുത്തിടയിൽ അവിടെ കുറേ പേര് പ്രകൃതി ജീവനം കൂടി ചെയ്യാനായിട്ട്, പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് സുഖക്കേടിനൊക്കെ കുറവ് വരുവാൻ തക്കവണ്ണമുള്ള ചിട്ടയിൽ കൂടി ജീവിക്കാൻ ഞാനും അതൊന്ന് പരീക്ഷിച്ച് നോക്കി. ഇപ്പോഴത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒത്തിരിയേറെ നമുക്ക് നമ്മുടെ വിഭവങ്ങൾ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ ആദ്യകാലങ്ങൾക്ക് ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി പ്രയോജനമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആണ് പരിശ്രമിക്കുന്നത്. ഒരു എക്കോ ഫ്രണ്ട്ലി റിട്രീറ്റ് സെൻ്ററാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങൾ സൗകര്യമുള്ളവർ, സമയമുള്ളവർ അവിടെ വന്ന് കാണാൻ സാധിക്കും. ഞാൻ ചുരുക്കം ചില ബ്രോഷറുകൾ കയ്യിലുണ്ട്, പിന്നീട് ആവശ്യപ്പെട്ടാൽ ഞാനത് തരാം. ഇത് ചിലരൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവരുണ്ട്. ഈ ഇടയിൽ അവിടെ ചാപ്പൽ പണിതു. അത് പരിശുദ്ധ പരമല തിരുമേനിതാണ്. അതിൻ്റെ ഒരു അനുഭവമാണ്, അതും കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അവിടെ ഒരു കൊച്ചു ചാപ്പൽ പണിയണമെന്ന്. പക്ഷേ എൻ്റെ കൈവശം പണമില്ലായിരുന്നുകൊണ്ട് 2 കോടി രൂപ സ്ഥലത്തിന് ചിലവഴിക്കേണ്ട കടമൊക്കെ എടുത്ത് ആയിരുന്നുകൊണ്ട് ചാപ്പൽ പണിയാൻ അന്നേരം പണമില്ലായിരുന്നു. പരിശുദ്ധ പരമല തിരുമേനിയുടെ നാമത്തിൽ ഞാൻ അച്ഛനായത് മുതൽ ഇപ്പോൾ 7 പള്ളികളും സ്ഥാപനങ്ങളുമുണ്ട്. അത് പത്തനംതിട്ടയുണ്ട്, തുമ്പോണുണ്ട്, ബത്തേരിയിലുമുണ്ട്. അവിടുത്തെ അരമന, അവിടുത്തെ സ്പെഷ്യൽ സ്കൂള്, പിന്നെ വെച്ചൂച്ചിറ തുടങ്ങിയ സ്പെഷ്യൽ സ്കൂള്, ഇതെല്ലാം പരിശുദ്ധ പരമല തിരുമേനിയുടെ നാമത്തിലാണ്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, തിരുമേനിയുടെ നാമത്തിൽ തുടങ്ങാൻ ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്ന്. ആരും അറിയാതെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഒരാൾ 30 ലക്ഷം രൂപ കൊണ്ടുതന്നു ചാപ്പൽ പണിയാനായിട്ട്. അതിൻ്റെ കൂടെ കുറച്ചുകൂടായി എങ്കിലും സുന്ദരമായൊരു ചാപ്പൽ പണിതു.
അവിടെ എല്ലാ ബുധനാഴ്ചയും കുർബാനയുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിലും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലും പ്രാർത്ഥന നടക്കുന്നു. എല്ലാ രണ്ടാം വെള്ളിയാഴ്ചയും അവിടെ ധ്യാനയോഗവും ബൈബിൾ ക്ലാസ്സും ഉണ്ട്. അത് 4-5 വർഷമായിട്ട് നടക്കുന്നുണ്ട്. ഈ 6-7 മാസമായിട്ട് എല്ലാ ബുധനാഴ്ചയും കുർബാന നടക്കുന്നുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനി നാമത്തിൽ ചാപ്പൽ അവിടെ പണിതു. പരിമല വരുന്ന തീർത്ഥാടകർ അവിടെ വന്ന് ഇടയ്ക്ക് കയറി വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതെൻ്റെ ആഗ്രഹമെന്ന് സാധിച്ചു എന്നുള്ള സന്തോഷം പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വരികയും അവിടെ സംബന്ധിക്കുകയും ചെയ്യാവുന്നതാണ്, കാണുകയും ചെയ്യാം. പശു, ആട്, കോഴി, താറാവ്, മീൻ, തേനീച്ച വളർത്ത ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് ഈ പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്നും ഈ പ്രകൃതിയോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊത്തിരി കർത്താവ് ഒത്തിരിയേറെ പാഠങ്ങൾ, അത് വിതയ്ക്കുന്നവൻ്റെ ഉപമയായാലും മീൻ പിടിക്കുന്നതായാലും മുന്തിരിയെക്കുറിച്ചായാലും ഒലിവ് വൃക്ഷത്തെക്കുറിച്ചായാലും ഒക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സമയത്ത് ഒലിവ് വൃക്ഷത്തിന് വലിയൊരു സാക്ഷ്യമുണ്ട്, അതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടതാണ് ഒലിവ് വൃക്ഷങ്ങൾ. 2000 വർഷം മുമ്പ് ഗതസമേനെ തോട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്ന മരങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടതാണ്. എനിക്ക് 2 പ്രാവശ്യം ഭാഗ്യമുണ്ടായി പലസ്തീൻ അല്ലെങ്കിൽ ഹോളി ലാൻഡിൽ വിശുദ്ധ നാടുകളിൽ പോകാനായിട്ട്. ആദ്യം പോയപ്പോൾ എനിക്കുണ്ടായിരുന്ന ആഗ്രഹം കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട ഒലിവ് മരത്തേലൊന്നും തൊടണമെന്നായിരുന്നു. അത് ഞാൻ തൊട്ട് ചെന്ന്, അന്ന് അതിന് വേലിയൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു. അവിടെ ചെന്ന് തൊട്ടു, അതിൻ്റെ ഇലയൊക്കെ പറിച്ച് ഞാൻ സൂക്ഷിച്ചിരുന്നു കുറച്ച് നാളത്തേക്ക്. കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഹൃദയം നൊന്ത് രക്തം വിയർപ്പായി ഒഴുകിയ വലിയ നൊമ്പരമേറിയ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട മരം. അപ്പം അതിനൊരു പ്രതികരണം ഉണ്ടെന്നാണ്, അതിങ്ങനെ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒലിവ് മരം മരിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സസ്യശാസ്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഒലിവ് വൃക്ഷമൊന്നും കണ്ടിട്ടില്ലായിരുന്നു, കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പലസ്തീൻ നാട്ടിൽ പോയപ്പോൾ ആദ്യമായിട്ട് അത് ആഗ്രഹിച്ചത്. ചെന്നപ്പോൾ അത് കണ്ടപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ മനസ്സിൽ വന്നു, ഒലിവ് വൃക്ഷം മരിക്കുന്നില്ല. അതെന്താണ് മരിക്കാത്തതെന്ന് പലരോടും ചോദിച്ചു, ഗൈഡിനോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു തന്നു, ഒലിവ് വൃക്ഷം അങ്ങോട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ അത് തൈയായിട്ട് വന്ന് വളർന്നങ്ങോട്ട് വരും. 100-300 വർഷം നിൽക്കും വലിയ വൃക്ഷമായിട്ട്. അത് ക്ഷീണിക്കാൻ തുടങ്ങുമ്പോൾ അതിന് ചുവട്ടിൽ നിന്ന് അടുത്ത മുള വന്നിട്ട് അടുത്ത ഒരു തൈ ഉണ്ടാകും. അതും ഒരു 300 വർഷം വളർന്നിട്ട് അതും ക്ഷീണിക്കാൻ തുടങ്ങും, അതിൻ്റെ അടുത്തത് ചുവട്ടിൽ നിന്ന് വീണ്ടും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ 300-400 വർഷം വീതം ഓരോരോ തൈകൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വളർന്നു വന്നിട്ട് അത് 2000-3000 വർഷം നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒലിവ് വൃക്ഷം മരിക്കുന്നില്ല. ഈ ഒലിവ് വൃക്ഷത്തിനൊരു വേറൊരു വിശേഷമുണ്ട്. ഇറ്റ്സ് എ റോയൽ ട്രീ, വലിയ രാജകീയ വൃക്ഷമാണ്. അത് ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ പച്ചപ്പ്, അതിൻ്റെ തണൽ ഒക്കെ ഉണ്ട്. ഇവിടെ പരിമല ഞാൻ ഒരു 6-10 വർഷം മുമ്പ് ഒരെണ്ണം കൊണ്ട് വെച്ച് നോക്കി, പിടിച്ചില്ല. കുന്തിരിക്കം വെച്ച് നോക്കി, അതും 5-6 വർഷം നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴച്ഛനെ വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്, അത് വളരുന്നു എന്നാണ് മനസ്സിലായത്. നല്ല കാര്യം. ഏതായാലും അങ്ങനെ ഒലിവ് വൃക്ഷത്തിൽ നിന്ന് ഒരു വീട്ടിലേക്ക് ആവശ്യമായ 1/2 ടൺ ഒലിവ് ഓയിൽ കിട്ടുമെന്നാണ് പറയുന്നത്, ഒരു വീടിൻ്റെ പ്രയാസം കൂടാതെ. അപ്പോൾ ഒലിവ് വൃക്ഷം വളരെ വലിയ ദൈവീകമാണ്. ഒലിവെണ്ണ, സൈത്ത്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ കൊള്ളാം. അങ്ങനെ അതൊരു വൃക്ഷം വേദപുസ്തകത്തിലെ കർത്താവ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന് ഏറ്റവും ബന്ധമുള്ള ഒരു വൃക്ഷമാണ്. അതുപോലെ തന്നെ മുന്തിരി വൃക്ഷം, മുന്തിരിച്ചെടി എത്രയോ ഫലം, മധുരഫലം തരുന്നുണ്ട്. എന്നിട്ട് മുന്തിരി 2 പ്രാവശ്യം ഇങ്ങനെ പ്രൂൺ ചെയ്യണമെന്നാണ് പറയുന്നത്, ആണ്ടിൽ 2 പ്രാവശ്യം. അപ്പോൾ ഇഷ്ടം പോലെ കായ്ക്കും, അല്ലെങ്കിൽ അത് വെറുതെ ഇങ്ങനെ ആക്കും. ഈ കഷ്ടാനുഭാഴ്ചയിലെ വലിയ ഒരു ആശയമാണ് എല്ലാ പ്രാർത്ഥനയിലും പാട്ടിലുമുണ്ട്. കാട്ടുമുന്തിരിയും നാട്ടുമുന്തിരി, അല്ലെങ്കിൽ വിശിഷ്ടമുന്തിരി ഫലം, മറ്റേത് കൈപ്പേറിയ മുന്തിരി രസം തരുന്നത് 2. അഥവാ ഇസ്രായേലിനെ ഉപമിച്ചിരിക്കുകയാണ്, അത് കാട്ടുമുന്തിരിയായിപ്പോയി എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഫലം പുറപ്പെടുവിക്കുവാൻ, മധുരമുള്ള പുറപ്പെടുവിക്കുവാൻ സാധിക്കാതെ പോകുന്ന, അങ്ങനെ വേദപുസ്തകത്തിലെ ചെടികളെക്കുറിച്ചൊക്കെ പറഞ്ഞാലും വളരെ അർത്ഥപൂർണമാണെന്നുള്ളതാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ
ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് വായിക്കുമ്പോഴും മുന്തിരിച്ചെടിയെക്കുറിച്ച് വായിക്കുമ്പോഴും മറ്റ് അത്തിയെക്കുറിച്ച് പഠിക്കുമ്പോഴുമൊക്കെ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുക. ഈ ദിവസങ്ങളിൽ ഇതൊക്കെ നമ്മൾ വായിക്കുകയും പാടുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുമ്പോഴും വായിക്കുന്നത് കേൾക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ ഈ ആശയങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയ പിതാക്കന്മാരെ ഓർക്കുക, അവരെ ഓർത്ത് അവർക്ക് ആദരവ് സമർപ്പിക്കുക, അവർ നമുക്ക് വേണ്ടി തന്ന ആത്മീയതയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ധ്യാനത്തിൽ നിമഗ്നരായി ധ്യാനത്തിൻ്റെ ആഴമായ അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിത് ഷമ്മാസിൻ്റെ കൈ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എത്തിച്ചു തരാം. പോട്ടെ, നിങ്ങളുടെ ഈ ദിവസത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്, ക്ഷമയോടുകൂടെ ഇരിക്കുന്നതിലുള്ള സന്തോഷമുണ്ട്. ഇങ്ങനെ കേൾക്കുകയും പിന്നെ ഇന്നലെ പറഞ്ഞതുപോലെ പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു യാമവും മുടങ്ങാതെ നടക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു. അതിന് വന്ന് സംബന്ധിക്കുന്നവർക്ക് ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.